ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. ടൈറ്റിൽ എങ്ങനെ ഐഡൽ റൊമാൻസ്. ഓക്കെ, നമുക്ക് ടൂറിട്ട് പോവാം. ഉം. ആ മോളെ, ആ എന്നിട്ടമ്മ, ആ കീർത്തി എവിടേക്കാ പുറപ്പെടുന്നത്? അച്ഛാ, അച്ഛനറിയില്ല അച്ഛാ. കീർത്തി, അച്ഛനക്ക് കുറച്ച് ജോലിയുണ്ട് കീർത്തി, അച്ഛൻ കൂടെ വരാൻ പറ്റുമോ? അച്ഛാ, അത് പ്ലീസ് കീർത്തി, എൻ്റെ കൂടെ വാ. അച്ഛാ കീർത്തി, നമുക്ക് ഒരു പ്ലേസ് പോകുന്നുണ്ട് കീർത്തി, എൻ്റെ കൂടെ വരാൻ പറ്റുമോ? അച്ഛാ, എനിക്ക് ഇപ്പോൾ ജോലി ഉണ്ട് അച്ഛാ, എനിക്ക് കോളേജിൽ പോകണം. അച്ഛൻ കൂടെ വരില്ലേ മോള്? ആ വരാം അച്ഛാ. ആ പ്രിൻസിപ്പൽ മാം. ആ ഏത് ഹീറോയിൻ മമ്മി മുറിക്കാം? അതെ, ഹീറോയിൻ മമ്മിയാണ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ. ഹീറോയിൻ മമ്മി മുറിക്കായിരുന്നു. അമ്മ, അച്ഛൻ കൂടെ പ്ലീസ് അമ്മ, പോയിട്ട് വരട്ടെ. ശരി, നീ പോയിട്ട് വാ. അമ്മ കൂടെ വാ. അമ്മക്ക് കോളേജിൽ ലേറ്റായി. അമ്മ കോളേജിൽ പോയി. അച്ഛൻ വിളിച്ചോണ്ട് പോയി. അമ്മ കോളേജിൻ്റെ പ്രിൻസിപ്പൽ. അതുമാത്രമല്ല, ഹീറോയിൻ്റെ ഡാഡി ബിസിനസ് മാൻ. അങ്ങനെ രണ്ടുപേർക്കും ലവ് മാരേജാണ് ആയത്, ഹീറോയിൻ മമ്മിക്ക് ഡാഡിക്കും. അങ്ങനെ മോം പോയല്ലോ ഡാഡി. സാരമില്ലമ്മ, നമുക്ക് പോവാം കാറിൽ. ഹീറോയിൻ്റെ ഡാഡി കാറിൽ കയറ്റി. ഡാഡി, അത് എവിടേക്കാ പോവാ ഡാഡി? ഇല്ല കീർത്തി, ഞാനൊരു കാര്യം പറയാറുണ്ട്. എവിടെ വെച്ചാൽ കാറിൽ? ഡാഡ് പാർക്കിൽ വെച്ചോ. ശരി, ഓക്കെ. അങ്ങനെ പാർക്കിൽ കൊണ്ടുപോയിട്ട് അവിടെ നിപ്പിച്ചു. പറയൂ ഡാഡി, എന്താ പ്രശ്നം? കീർത്തി, നിനക്ക് പീറ്റേഴ്സ് മെമ്പർ അറിയൂലേ? അറിയൂ ഡാഡി, എൻ്റെ ക്രഷാണല്ലോ. അറിയൂലേ ഡാഡ്? അറിയൂ. നിനക്ക് അവരെ പിടിക്കും, 7 പേര് പിടിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയൂ ഡാഡ്. നീ പറയാറ് ഡാഡി ഫ്രണ്ട് ടൈപ്പാണ്, മമ്മി കുറച്ച് ടെററിസ്റ്റ്, അത്രയൊന്നുമില്ല. ഹീറോയി പറയാം. ഡാഡി കേട്ടത് ഹീറോയി ഷോക്ക്. എൻ്റെ ഡാഡി പീറ്റേഴ്സ് മെമ്പറാ? അവർ എന്താ ചെയ്യുന്നത് ഡാഡി? അതൊന്നുമില്ലമ്മ, ഡാഡിൻ്റെ കമ്പനിക്ക് അവർ 7 പേരെ വരാൻ പോവാ. ഇത് കേട്ട് കീർത്തിക്ക് ഭയങ്കര ഹാപ്പി. ഡാഡിയോ സത്യമാണോ ഡാഡി? അതെ അതെ, കുറേ ബോയ്സ് അവർ ഇന്ത്യക്ക് വരാം. ഇന്ത്യയിൽ അവർക്കൊരു ഫാഷൻ, അതെ, അവർക്ക് ഇന്ത്യൻ ട്രഡീഷണൽ ഡ്രസ്സ് ഒരു ഇൻട്രസ്റ്റ് വന്നു. അതുകൊണ്ട് അവർക്ക് ഇന്ത്യൻ ട്രഡീഷൻ വെച്ചിട്ട് നമ്മളെ കമ്പനിയിൽ ഫോട്ടോഷൂട്ട് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് ചോദിച്ചായിരുന്നു. ഞങ്ങൾ നന്ന അടിപൊളി ഏതൊരു സെറ്റ് ഹെയർ സ്റ്റൈൽ മൊത്തം ഇട്ടിട്ട് നമുക്കറിയും, നമ്മളെ കമ്പനിയല്ല ചെയ്യുന്നത്. ആഡ്രസ്ക്കും അതൊക്കെ അല്ല കമ്പനിയിൽ ഡിസൈൻ, അതെല്ലാം നമ്മളെ കമ്പനിയിലല്ലേ ചെയ്യുന്നത്. അത് ഡാഡി. ഡാഡി, എന്ത് പറ്റി കീർത്തി? ഡാഡി, അത് ഞാൻ നീ എന്ത് ചെയ്ത്? ഡാഡി, ഞാനൊരു ഡ്രസ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കേട്ട് കീർത്തിയുടെ ഡാഡിക്ക് ഷോക്ക്. കീർത്തി, നീ ഫാഷൻ ഡിസൈനല്ല പഠിക്കുന്നത്, നീ വേറെ ഒന്ന് പഠിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പം എന്താ ഡ്രസ്സ്? ഡാഡിൻ്റെ ബിസിനസ് പഠിക്കുന്നത്, ബിസിനസ്സാണ് ഡാഡ് പഠിക്കുന്നത്. ഞാൻ അതുമാത്രമല്ല ഡാഡ്, ഇതെനിക്കൊരു ഇൻട്രസ്റ്റ് വന്നു ഡാഡി. ചുമ്മാ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചതാ. എല്ലാത്തിലും കെട്ടിക്കാടിടീനി. ഹീറോയിൻ നല്ല പഠിക്കുന്ന കുട്ടിയാണ്, എല്ലാത്തിലും ഫസ്റ്റാണ്. അതുകൊണ്ട് ഡാഡിക്ക് ഹീറോയിൻ ഒത്തിരി ഇഷ്ടമാണ്. ഹീറോയിൻ പറയായിരുന്നു. അങ്ങനെ ഹീറോയിൻ ഷോപ്പിംഗ് കുറച്ച് സാധനങ്ങൾ എല്ലാം ഷോപ്പിംഗ് ചെയ്ത് വീട്ടിലേക്ക് വന്നു. അവിടെ ഒരാൾ മുറിക്കുമായിരുന്നു, ക്യൂട്ടായിട്ട് ഹീറോയിനെ മുറിച്ച് നോക്കുമായിരുന്നു. പിന്നെ സൈഡ് തിരിഞ്ഞ് നോക്കുക, അവിടെ ഒരാൾ മുറിക്കുമായിരുന്നു. 2 പേരായിരുന്നു, ഒരു ഗേളും ഒരു ബോയ്. മുറിക്കുമായിരുന്നു. സോറി ബേബീസ് എന്ന് പറഞ്ഞ് ഹാക്ക് ചെയ്തു. ചേച്ചി, നിങ്ങൾ 2 പേരും ഞങ്ങൾ അളുക്കി പോയല്ലേ എന്ന് 2 പേര് പിണങ്ങിയായിരുന്നു. അത് ഹീറോയിൻ്റെ അനിയത്തിയും അനിയനാണ്, ട്വിൻസാണ് അവർ 2 പേര്. ചേച്ചി, നിങ്ങൾ അളുക്കി പോയി, അതുമാത്രമല്ല ഞങ്ങൾക്ക് ഒരുപാട് സാഡായിപ്പോയി. അയ്യോ, നിങ്ങൾ 2 പേര് ഇത്ര ടെൻഷനാക്കിയാവോ? ചേച്ചി കറക്റ്റായി വരല്ലേ? അതെ ചേച്ചി, നീ വരുന്നു പറഞ്ഞ് ഞങ്ങൾ ജോക്ക് പറയണ്ട. അയ്യോ, ഇത്ര ടെൻഷനാ? പോ ചേച്ചി, ഇവിടെ ടെൻഷനാവാതെ പിന്നെ എന്താവാ?
സോറിപ്പാ, ചേച്ചിക്ക് കുറച്ച് ടെൻഷനായിരുന്നു, അതുകൊണ്ട് സോറിപ്പാ. ശരി, ഓക്കെ. എങ്ങനെയുണ്ട് ക്ലാസ് എല്ലാം പോകുന്നത്? ആ ചേച്ചി, +1 പഠിച്ച് ഒരുപാട് കഷ്ടമാണ് ചേച്ചി. എന്താടാ പറ്റി? ഇല്ല ചേച്ചി, +2 +1 നെക്സ്റ്റ് +2 ആണ് ചേച്ചി. അതുകൊണ്ട് എന്താ ചേച്ചി? ടെൻഷൻ എടുക്കാൻ നിങ്ങൾക്കെല്ലാം ഞാൻ ചെയ്യാം. എന്നാ നിങ്ങൾക്ക് വേണ്ടി ഗിഫ്റ്റ്. താങ്ക്സ് ചേച്ചി. എന്നെ രണ്ടുപേരും ഹക്ക് ചെയ്ത് ഒറ്റ ഓടിപ്പോയി അവർ റൂമുക്ക്. ഇവരൊരു കാര്യം. ആ PTS മെമ്പർ വരുന്നുണ്ട് പറഞ്ഞു. അത് കേട്ട് ഒരാൾക്ക് കേട്ടു, ഷോക്കായി. നിക്കടാ, എന്ത് പറ്റിയടി? വാ. എന്താ ചേച്ചി PTS മെമ്പർ വരാ? അതെ ചേച്ചി, അവരുടെ മാമ പറയല്ലേ. യോ മാമ. അല്ല മാമ ഒന്ന് എന്താടാ? എൻ്റെ ഗ്രാൻഡ് അല്ല ചേച്ചി, ചേച്ചിക്കറിയില്ലേ? മാമ തമിഴിൽ പറഞ്ഞ ചേച്ചീൻ്റെ ഹസ്ബൻഡ് മാമ അറിയാം. പോടാ, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അവൻ അനിയനെ ഒരു അടി വെച്ച് അനിയനോടത്ത് കൂടി ഓടിപ്പോയി. എന്താടേ അവൾ പറഞ്ഞത്? ഒന്നുമില്ല അച്ഛാ, ഈ ഒരു ജോക്ക് പറയാം. ആഹാ, എനിക്ക് അറിയൂ. ഓ ഡാഡി, അങ്ങനെ ഒന്നും പറയണ്ട. ഹീറോയിൻ്റെ ഡാഡി ഹീറോയിൽ പോയാണ്. ഹീറോയിൻ ഡാഡിയിൽ കുറച്ചും കൂടി സാഡായിരുന്നു. അതെ, ജാതകത്തിൽ നോക്കുമ്പോൾ ഹീറോയിൻ 7 മാരേജ് കഴിക്കൂ എന്ന് ജാതകത്തിലുണ്ടായിരുന്നു. ഡാഡിക്ക് ഒന്നും മനസ്സിലായില്ല. 7 മാരേജ് കഴിക്കൂ, 7 ഒക്കത്തെ മാരേജ്, അതെങ്ങനെ നടക്കൂ? ഒരുവേള ഇവരാണോ ഇല്ല ഏത് എന്ന് എനിക്കല്ല. ഫോറിൻസ് വോയിസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാതെ? ഹീറോയിൻ മമ്മി കുറച്ച് ടെൻഷനിലുണ്ടായിരുന്നു. വേഗം കല്യാണം ഏൽപ്പിക്കണം, ഇതിക്ക് വേറെ വഴിയില്ലാന്ന് അച്ഛനൊരു പ്ലാൻ ഇടായിരുന്നു. ഇവള് പഠിച്ച ശേഷം സെക്രട്ടേറിയത്തിൽ മാരേജ് ചെയ്യിപ്പിക്കാം എന്നെ ഹീറോയിൻ്റെ ഡാഡി പ്ലാൻ ഇട്ടായിരുന്നു. എന്നെ ഹീറോയിൻ നന്നായിട്ട് പഠിക്കട്ടെ എന്ന് വിട്ടുപോയിരുന്നു. ഹീറോയിൻ എന്തോരം കഷ്ടമാണ്. ഇവളൊരു കഷ്ടം. അങ്ങനെ ഫോണിൽ വീഡിയോസ് നോക്കായിരുന്നു. വീഡിയോ നോക്കാം. ഹീറോയിൻ മുഴുവനും വീഡിയോത്തിൽ എന്താ ചെയ്യുന്നത് വീഡിയോ നോക്കായിരുന്നു. PTS പറഞ്ഞത് ആറും ബുക്ക് വായിക്കായിരുന്നു. അപ്പോൾ വിയും ചങ്കൊക്കെ പറഞ്ഞത് എങ്ങനെ രണ്ടുപേരും ആറമ്മിനെ പിടിച്ച് ടോർച്ചർ ചെയ്യുക? ആറം ടെൻഷൻ എവിടുന്ന് പോടായിരുന്നു, ടോർച്ചർ കഴിഞ്ഞില്ലേ നിങ്ങൾ 3 പേര്? ജമീൻ പറയുന്നത് എന്ത് പറ്റി? ഒന്നില്ലടാ, ഇവിടുന്ന് പോയി തൊളയരാ.